നമസ്കാരം. നമസ്കാരം. എന്തോ പേര്? എന്റെ പേര് ശലഭാങ്കിതൻ. ശലഭാങ്കിതൻ. അതെ. വളരെ നല്ല പേരാണല്ലോ. താങ്കൾ ഏതെങ്കിലും പാർട്ടിക്കാരനാണോ? ആ ചെവി പറഞ്ഞാൽ മതി പാർട്ടിയുടെ പേര്. ഓ, അത് ശരി. എല്ലാ പാർട്ടിയാണല്ലേ? അതെ അതെ. ഓക്കെ. ഞങ്ങൾ തേടി നടന്നേ ഈ പാർട്ടിയിൽപ്പെട്ട ഒരാളെ കിട്ടാനായിട്ട്. അപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അറിയാമോ? അതായത് താങ്കളോട് വളരെ എളുപ്പമുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് 10നും താങ്കൾ ഉത്തരം പറയുകയാണെങ്കിൽ ഒരടിപൊളി സമ്മാനം താങ്കളെ കാത്തിരിപ്പുണ്ട്. റെഡിയാണോ? ചോദിച്ചോളൂ. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ശരി, അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം, ഉത്തരം പറഞ്ഞിട്ട് പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. ഉത്തരം മാത്രം യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ മ്യൂസിക് പോരട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്മുടെ ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദി ഏത് വർഷമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് 2014. കറക്റ്റ് ആൻസർ. ഇതാണ് താങ്കൾക്കുള്ള ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞുള്ള സമ്മാനം. അതെ, അതൊക്കെ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. കോൺഫിഡൻസ് ഉണ്ടോ പറയാനായിട്ട്? എന്ത് ചോദിച്ചാലും പറയും. ഓക്കെ. 2014 ഇന്ത്യയിൽ പെട്രോളിന്റെ വില എത്രയായിരുന്നു? 65 രൂപ അല്ലെ? ഇന്നത്തെ വില എത്രയാണ്? 107 രൂപ. അപ്പോ എത്ര രൂപയാണ് കൂടിയത്? 2014 പെട്രോൾ വിലയും നമ്മൾ ഇന്ന് ജീവിക്കുന്ന പെട്രോൾ വിലയും തമ്മിൽ എത്ര രൂപയാണ് കൂടിയിരിക്കുന്നത്? നിങ്ങൾക്കറിയാലോ. ഏകദേശം ഒരു 50 രൂപയ്ക്ക് അടുത്ത് കൂടി. ഓക്കെ, വെരി ഗുഡ്. അടിപൊളി ആൻസർ കേട്ടോ. അപ്പൊ അടുത്ത മഞ്ച് റെഡി. ഇപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഫ്ലൈറ്റ് സ്വന്തമായി ഇല്ലാത്ത 3 രാജ്യങ്ങൾ. അത് സ്വന്തമായിട്ട് വിമാന കമ്പനി ഇല്ലാത്ത രാജ്യങ്ങളാ. അല്ല, അധികം സമയം എടുക്കാൻ പാടില്ല, പെട്ടെന്ന് പറയണം. മഞ്ച് തരാൻ വേണ്ടിട്ടല്ലേ? അല്ല, അത് ഉത്തരം പറഞ്ഞാൽ തരും. ആൻസർ ഇല്ലല്ലേ? ഞാൻ പറയട്ടെ. 1 ഉഗാണ്ട, 2 സൊമാലിയ, 3 ഇന്ത്യ. സ്വന്തമായി ഫ്ലൈറ്റ് ഇല്ലാത്ത 3 രാജ്യങ്ങളാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ. അപ്പോ അതാണ് എന്റെ ആൻസർ. അപ്പൊ ഇപ്രാവശ്യം മഞ്ചില്ല. ഓക്കെ, ഉത്തരം പറഞ്ഞില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താങ്കൾ എത്ര വരെ പഠിച്ചായിരുന്നു? അല്ല, പറയണ്ട, ചെവി പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്. ചെവി പറഞ്ഞു. പ്രേക്ഷകർ അത് കട്ട് ചെയ്തോളൂ. താങ്കൾ പറയൂ. കുഴപ്പമില്ല, പറഞ്ഞു. താങ്കൾ ചെവിയിൽ പറഞ്ഞു. ചുമ്മാതല്ല. അവിടെയും പോയി കണ്ടവന്റെ മാങ്ങ എറിഞ്ഞ് നടന്നപ്പോ ആലോചിക്കണം. നമുക്ക് ആ വിദ്യാഭ്യാസം മതി. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോക രാജ്യങ്ങൾക്കിടയിൽ പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 2014 എത്രാം സ്ഥാനത്തായിരുന്നു അറിയാമോ? അറിയില്ല. 92ാം സ്ഥാനത്തായിരുന്നു 2014. ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണകാലത്തിൽ ഇന്ത്യ പട്ടിണിയിൽ എത്രാം സ്ഥാനത്തെത്തിയെന്ന് അറിയാമോ? 156ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. നമ്മളോടൊപ്പം 92ൽ നിന്നും 156ലേക്ക് എത്തി. നമ്മൾ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പഠിക്കാൻ വിട്ട സമയത്ത് അവിടെയും പോയി വല്ലോനെ മാങ്ങ എറിഞ്ഞ അവസ്ഥ നോക്കണം. നമ്മൾ എത്രാം സ്ഥാനത്തായിരുന്നു? എടോ മനുഷ്യ, പട്ടിണിന്റെ കാര്യത്തിലാ പറയുന്നേ. നമ്മൾ എത്രാം സ്ഥാനത്തായിരുന്നു? 92. അതിൽ നിന്ന് നമ്മൾ എത്രയിലേക്ക് ഉയർന്നു? 156ലേക്ക്. അത് ശ്രദ്ധിക്കൂ. നമ്മൾ എത്രയിൽ നിന്ന് ഉയർന്നു വന്നു? എടോ മനുഷ്യ, ഉയർച്ചയല്ല, താഴ്ചയാണ്. അതെങ്ങനെയാണ്? നമ്മള് പട്ടിണിയിൽ സൊമാലിയ അതുപോലെയുള്ള ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് അവരുമായിട്ട് മത്സരിക്കുന്നു. നിങ്ങൾക്ക് അറിയാൻ പാടാത്തോണ്ട് നമ്മൾ ഉയർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എടോ, ശരി ഉത്തരവല്ല, തെറ്റാണ് താങ്കൾ പറഞ്ഞത്. 92ൽ നിന്ന് 156ലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ 156ാം സ്ഥാനത്താണ്. ഒപ്പം തന്നെ നമ്മൾക്ക് അടുത്തുള്ള രാഷ്ട്രങ്ങൾ ഒന്ന് സൊമാലിയ ഉണ്ട്, പിന്നെ ഉട്ടോപ്യ ഉണ്ട്. അതുപോലുള്ള രാഷ്ട്രങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. താങ്കൾക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അടുത്ത ചോദ്യം ചോദിക്കാം. ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 2014 GDPയുടെ കാര്യത്തിൽ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളോടാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്? അറിയില്ല. നമ്മൾ മത്സരിച്ചു കൊണ്ടിരുന്നത് അമേരിക്ക, അതുപോലെ തന്നെ ചൈന,
ഈ രാജ്യങ്ങളോടുകൂടി നമ്മൾ 2014 സമയത്ത് മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മത്സരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. അതും അറിയില്ല. ഇപ്പോൾ നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാള് തുടങ്ങിയ രാഷ്ട്രങ്ങളുമായിട്ട് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മാറ്റം അനിവാര്യമാണ്, അതുകൊണ്ട് തീർച്ചയായും അല്ലേ? ഈ ഇന്റർവ്യൂ പോയിട്ട് കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ ഒന്ന് കാണണം കേട്ടോ, നമുക്കൊന്ന് കണ്ടിട്ടേ പോവാം. എനിക്കും കാണണം, തീർച്ചയായിട്ടും കാണണം. തീർച്ചയായും. തീർച്ചയായിട്ടും കാണണം. അപ്പൊ അതിലും മഞ്ചില്ല, റോങ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടപ്പെട്ടത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ പൂട്ടിയത് ആരുടെ ഭരണകാലത്തിലാണ്? ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇല്ല. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ തരും. അല്ല, ആരുടെ ഫോണിൻ കോൾ വിളിച്ചു ചോദിക്കാനുണ്ടോ? ആരെയും വിളിച്ചു ചോദിക്കാൻ ആരും ഇല്ലല്ലേ? അപ്പൊ ഞാൻ 3 ഓപ്ഷൻ തരാം. ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടപ്പെട്ടത്, കർഷകർ ആത്മഹത്യ ചെയ്തത്, കമ്പനികൾ പൂട്ടിയത് ആരുടെ ഭരണകാലത്തിലാണെന്ന് എന്നാണ് ചോദ്യം. 3 ഓപ്ഷൻ തരാം. 1 ജവഹർലാൽ നെഹ്റുവിന്റെ, 2 മൻമോഹൻ സിംഗിന്റെ, 3 ശ്രീ നരേന്ദ്രമോദിയുടെ. സംശയം എന്താ കാര്യത്തില്? പറയൂ. ഓപ്ഷൻ 1 തന്നെ, ജവഹർലാൽ നെഹ്റുവിന്റെ. ജവഹർലാൽ നെഹ്റുവിന്റെ. എന്താണ് താങ്കൾ ചിരിക്കുന്നത്? എന്താണ്? ഒന്നുമില്ല. എടോ മനുഷ്യ, എന്ത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചതെന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത്, ഒപ്പം തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടത്, ഒക്കെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണകാലത്തിലാണ് താങ്കൾ ഇതൊക്കെ പറയുന്നതല്ലേ? സംഭവിച്ചത്. താങ്കൾ പറയുന്നതല്ലേ അത്? അല്ലല്ലോ, ഇന്ത്യയിലെ എന്താണ് കണക്കുകൾ പറയുന്നതാണ്. എന്ത് കണക്കുകൾ പറയുന്നത്? അല്ല, താങ്കളോട് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? അല്ല, താങ്കൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യത്തിന് താങ്കൾ തന്നെ ഉത്തരം ഞാൻ ഉണ്ടാക്കിയ കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യൻസ് അല്ല, ഓൾറെഡി ഇതിന്റെ കണക്കുകൾ പറയുന്നതാണ്. എന്ത് കണക്കുകൾ പറയുന്നത്? ഇതൊക്കെ താങ്കൾ ഉണ്ടാക്കിയ അല്ല, താങ്കളുടെ പേരെന്താന്ന് പറഞ്ഞു? എന്റെ പേര് ശലഭാങ്കിതൻ. മിസ്റ്റർ ശലഭാങ്കിതൻ, പറയൂ. താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നോട് ചെവി പറഞ്ഞാൽ അത് പുറത്ത് പറയുന്നില്ല. ആ വിദ്യാഭ്യാസം വെച്ച് വിവരമില്ലാത്ത കാര്യങ്ങൾ. എനിക്ക് വിവരമില്ലാന്ന് താങ്കളാണ് തീരുമാനിക്കുക. എനിക്ക് താങ്കളുടെ ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എത്ര എണ്ണത്തിൽ താങ്കൾ ഉത്തരം പറഞ്ഞു? അതായത് താങ്കൾക്ക് പറയാൻ അറിയില്ല, ലോക വിവരം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്കൾക്ക് എത്ര മഞ്ച് താങ്കൾക്ക് കിട്ടി? ഞാൻ ചോദിക്കട്ടെ, ആ. 10 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് താങ്കൾ അതിന് ഉത്തരം എഴുതി വെച്ച് കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യമാണോ? എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ താങ്കൾ ചോദിക്കുന്നത്? അടിപൊളി. എന്തായാലും ഉത്തരം അല്ല, താങ്കളോട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്തായാലും പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. ആ മഞ്ച് എത്ര കിട്ടി? 5 മഞ്ച് കിട്ടി അല്ലേ? അപ്പൊ ഉള്ളത് കൊണ്ട് വീട്ടിൽ പോകും. വളരെ നന്ദി പ്രതികരിച്ചതിന്.